ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ അനാമികയുടെ സകല കള്ളത്തരങ്ങളും മുത്തശ്ശന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് അനി. അങ്ങനെ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് അനാമിക അവളുടെ അമ്മയും കൂടിയാണെന്ന് അനി പറയുമ്പം ശരിക്കും മുത്തശ്ശൻ അങ്ങോട്ട് തകർന്നു പോവുകയാണ്. അതേസമയം അനാമിക അച്ഛനെയും അമ്മയൊക്കെ കൂട്ടി വരുന്നുണ്ട്. മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിയുമ്പം എല്ലാവരെയും ആട്ടി ഇറക്കി വിടുക. അതുമാത്രമല്ല മുത്തശ്ശൻ ചെയ്യുന്നത്, അനാമികയ്ക്കെതിരെ കേസ് കൊടുക്കുകയാണ്. അങ്ങനെ നന്ദു അനാമികയെ പൂട്ടുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശൻ ഞെട്ടിപ്പോവാം. മുത്തശ്ശൻ ചോദിക്കുക, നീ സത്യമാണോ അനി? വെറുതെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും നീ പറഞ്ഞുണ്ടാക്കരുത്. നിനക്ക് അവളോട് ദേഷ്യം ഉണ്ടാവും, പക്ഷെ നീ അതിങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാനങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ ഒരു കാര്യമല്ല. ഈ കാര്യം എന്നോട് പറഞ്ഞത് നയനേടത്തിയാണ്. ആദർശേട്ടനും നയനേടത്തിക്കും എന്തിന് വല്യമ്മയ്ക്ക് വരെ ഈ കാര്യം അറിയാം. പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് വല്യമ്മ മരണത്തിൻ്റെ വക്കി വരെ എത്താൻ കാരണം അനാമികയും അവളുടെ അമ്മയുമാണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, എന്നിട്ട് ദേവയാനി എന്നോട് ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ. ദേവയാനി ഈ വിവരം അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചെന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അത് മുത്തശ്ശന് വയ്യല്ലോ എന്ന് ഓർത്തിട്ടാണ് എല്ലാവരും ഇക്കാര്യങ്ങൾ മറച്ചു വെച്ചത്. മുത്തശ്ശന് ഇങ്ങനെ ഒരു വയ്യാത്ത അവസ്ഥയിലിരിക്കുമ്പം നിങ്ങളെ രണ്ടുപേരെയും മനസ്സ് വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എടുത്തിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് അനി പറയുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നിട്ട് അനാമിക ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞിട്ടും ദേവയാനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, വല്യമ്മയ്ക്ക് ഇപ്പോൾ അവളോട് നല്ല ദേഷ്യമുണ്ട്. വല്യമ്മയ്ക്ക് ഓണക്കോടി വരെ അവൾ കൊടുത്തിട്ട് വല്യമ്മ വാങ്ങാതിരുന്നതിൻ്റെ കാരണം അവൾ ഈ ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറയാണ്. അപ്പം മുത്തശ്ശനാകെ ദേഷ്യം വരെയാണ്. എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുക. അങ്ങനെ ദേവയാനിയും ആദർശും നയനിയും എല്ലാവരും മുത്തശ്ശൻ്റെ മുറിയിലേക്ക് വരിക. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, അനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അനാമിക മോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ആദർശ് പറയാണ്, ഇത് സത്യമുണ്ട്. ഈ വിവരം നയന നേരത്തെ അറിഞ്ഞാണ്. നയനയുടെ മുമ്പിൽ അവൾ സമ്മതിച്ചതാണെന്ന് പറയുക. അപ്പം നയനയോട് മുത്തശ്ശൻ ചോദിക്കുക, ശരിയാണോ നയനയെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അതെ, അവൾ സമ്മതിച്ചാണ്. എൻ്റെ മുമ്പിൽ അവൾ ഇക്കാര്യം സമ്മതിച്ചതാണ് എന്ന് പറയാൻ. അവൾ തന്നെയാണ് അത് ചെയ്തത്. ഇക്കാര്യത്തിൽ എനിക്കും നവ്യേച്ചിക്കും ഒക്കെ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ തന്നെ പറഞ്ഞു ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്ന് പറയാം. എന്നിട്ട് നയനമോൾ ഇത് എന്തിനു മറച്ചു വെച്ചു എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇങ്ങനെ മറച്ചു വെച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഇങ്ങനൊരു വിവരം ഈ അനന്തപുരിയിൽ നടന്നപ്പം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചപ്പം അത് മറച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പം ആ ആൾ അനന്തപുരിയിൽ വീണ്ടും ജീവിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ആയുസ്സിനും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യത്തിനും എന്ത് വിലയുണ്ട്? മറ്റുള്ളവരെ തീർക്കാനും ഇവൾ മടിക്കില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. അപ്പോൾ ഉടനെ നയന പറയാണ്, അത് ശരിയാണ് മുത്തശ്ശൻ ഇങ്ങനെ വയ്യാത്ത അവസ്ഥയിലിരിക്കുകയും അമ്മ മാനസികമായിട്ട് തകർന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പം ഇങ്ങനൊരു കാര്യം, അത് ഇത്രയും വലിയൊരു പിഴവ് പറയുമ്പം അത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. അനിയും അനാമികയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി വന്നു കഴിയുമ്പം എന്തായി തീരുമെന്ന് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചത്. പിന്നീട് അത് അമ്മ തിരിച്ചറിയുകയും എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പം മുത്തശ്ശൻ ദേവയാനിയോട് ചോദിക്കുക, ഇത് നീയും അറിഞ്ഞോ? എന്നിട്ടും നിനക്ക് എങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്നു? നിന്നെ കൊല്ലാൻ വേണ്ടിയില്ലേ അവൾ പാലിൽ വിഷം ചേർത്ത് വെച്ചത് എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, ഞാൻ ഈ വിവരം അറിഞ്ഞു. പക്ഷേ ഞാനത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇതിവിടെ പറയണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അനാമികയോടൊരു അകൽച്ചയൊക്കെ കാണിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടിയല്ല അനാമിക അത് ചെയ്തു വെച്ചത്. അത് നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയാണ് അവളും അവളുടെ അമ്മയും കൂടി ചെയ്തത് എന്ന് പറയുമ്പോൾ ശരിക്കും മുത്തശ്ശൻ ഞെട്ടിയിട്ട് ചോദിക്കും, അത്രയ്ക്ക് ദുഷ്ടക്കൂട്ടങ്ങളാണോ അവർ? ഒരു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൂടി വയറ്റി വെച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവരെങ്ങനെ ഈ അനന്തപുരിയിൽ ജീവിക്കും? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അത് നേരാണ്. അനി പറയുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്കും ഇപ്പം മനസ്സിലാകാണ്. അനിക്ക് ചേർന്ന പെണ്ണല്ല അനാമിക, ഒരിക്കലും അനിക്ക് ചേർന്ന പെണ്ണേ അല്ല എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ അവരെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, അനാമിക എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അവളുടെ വീട്ടിലേക്ക് പോയി ഓണം ഉണ്ണാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുക. ഇനിയിപ്പോൾ അവിടെ എന്തെല്ലാം പ്ലാനുകൾ ചെയ്തിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടായിരിക്കും അവളുടെ വരവ് എന്ന് അനി പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വരട്ടെ, വന്നു കഴിയുമ്പോൾ ഇക്കാര്യം ഞാൻ ചോദിക്കും. തീർച്ചയായിട്ടും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. കാരണം ഇത്രയും വലിയൊരു തെറ്റ്, ഒരു കൊലപാതക കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെയാണ് അനന്തപുരി
സംഭവിച്ചത്. ദേവയാനി ഒരു നിമിഷത്തെ വ്യത്യാസത്തിനാ മരിക്കാതെ രക്ഷപ്പെട്ടത്. നയന മോൾക്ക് കരള് കൊടുക്കേണ്ടി വന്ന് ദേവയാനിക്ക്. അങ്ങനെ എന്തെല്ലാം സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോയത്. എന്നിട്ടും ഇപ്പോഴും അവൾ ഞെളിഞ്ഞിവിടെ നടക്കാന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതേസമയം അനി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ്, അത് അനി, എന്താ നീ ഇപ്പോൾ ഇത് ചെന്ന് മുത്തശ്ശനോട് പറയാൻ കാര്യം? ഇപ്പം ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരു നല്ല ദിവസമായിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, പിന്നെ ഇനി ഇത് എപ്പോൾ പറയാനാ? മുത്തശ്ശന് വയ്യല്ലോ, അസുഖമാണല്ലോ എന്നൊക്കെ ഓർത്താണ് പല കാര്യങ്ങളും മുത്തശ്ശനിൽ നിന്ന് മറച്ചു വെച്ചത്. അന്നേ മുത്തശ്ശന് അസുഖം മാറിയെന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇത്രയും വഷളാവില്ലായിരുന്നു. ഇപ്പം മുത്തശ്ശൻ്റെ അസുഖം മാറിയെന്നറിഞ്ഞപ്പം എനിക്ക് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം, എനിക്ക് അവളെ ഒഴിവാക്കണം എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഒരിക്കലും എനിക്ക് ചേർന്ന ഒരു പെണ്ണല്ല അവൾ, അവളുടെ മനസ്സിൽ മറ്റാരൊക്കെയാണ് എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ശരിയാ മോനെ, അതൊക്കെ സത്യമാണ്. അവളുടെ മനസ്സിലും മറ്റാരൊക്കെയുണ്ട്. ഇവിടുത്തെ പണവും പ്രതാപവും ഒക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്ന് കയറിയത്. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ തനി ഫ്രോഡുകളാണ്. നിന്റെ ഭാര്യയായിട്ട് അവൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. ഇത്രയധികം ക്രൂരത ചെയ്യുന്ന ഒരു പെൺകുട്ടി ഈ അനന്തപുരിയിൽ വേണ്ട. അങ്ങനെ തന്നെയാണ് എൻ്റെയും തീരുമാനം. നയനിയും ആദർശും കൂടെ ഡ്രസ്സ് എടുക്കാൻ കടയിൽ പോയപ്പോഴും അവൾ മറ്റൊരു ആൺകുട്ടിയുടെ കൂടെ കടയിൽ വന്ന് ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അതവർ ചോദ്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ആളാണ് എന്ന് അനാമിക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ അനി, ഇപ്പോഴും നീ അനാമികയെ ഒഴിവാക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം രക്ഷപ്പെടും. പക്ഷേ നീ അപ്പോഴും ചിന്തിക്കുന്നത് നന്ദുവിനെ കുറിച്ചല്ലേ? അനാമികയെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? അത് ശരിയാവില്ല നീ, അത് ആർക്കും ഇഷ്ടപ്പെടില്ല, അത് ശരിയാവില്ല, അതിലൊരു തെറ്റുണ്ട് എന്ന് ദേവയാനി പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അതിലെന്ത് തെറ്റാണ് കാണാൻ കഴിയുന്നത്? അനാമിക എനിക്ക് ചേർന്ന പെണ്ണല്ലെന്നും അവളും ഞാനും കൂടെ ഒത്തുപോകില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞാനും നന്ദുവും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരാ. ഞങ്ങൾ ഒന്നാവുന്നതിൽ പിന്നെ നിങ്ങൾ എന്ത് തെറ്റാ കാണുന്ന വല്യമ്മേ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാണ്, നയനമോളൊക്കെ ആഗ്രഹിക്കുന്നില്ല അങ്ങനൊന്ന്. കാരണം ഗോവിന്ദൻ്റെ 2 പെൺമക്കളെ ഈ അനന്തപുരിയിലേക്ക് വിട്ടപ്പം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അവർക്കുണ്ടായ നാണക്കേടുകളും കാരണം ഇനി നന്ദുവിനെ കൂടി ഇങ്ങോട്ട് വിടാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇപ്പോഴും നിന്റെ അമ്മയും ജലജയും ഒക്കെ പറയുന്നത് 3 പെൺകുട്ടികളെയും ഇവിടെ കയറ്റി വിട്ട് കോടീശ്വരരാക്കാനാണ് ഗോവിന്ദനും കനകയും നിൽക്കുന്നതെന്നാണ്. അതുകൊണ്ട് അനി അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു നാണക്കേടും മനപ്രയാസവും അവർക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാം. പനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം നിങ്ങൾ പോരടിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ നന്ദുവിനെ ഉപേക്ഷിക്കണം എന്നാണോ പറയുന്നത്? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞു, അതേ നടക്കാവുള്ള നീ അനാമികയെ ഒഴിവാക്കണം നിൻ്റെ ജീവിതത്തിൽ നിന്ന്. പക്ഷേ മറ്റു വേറൊരു പെൺകുട്ടിയെക്കുറിച്ച് നീ ചിന്തിക്കണം, നന്ദുവിനെ ഒഴികെയെന്ന് പറയുമ്പോൾ അനി പറയാ, അത് മാത്രം എന്നോട് പറഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ഈ ജീവിതത്തിൽ ഇനി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളാരും എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യവും സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് അനി അങ്ങ് ദേഷ്യപ്പെട്ട് പോവാം. അതേസമയമാണെങ്കിൽ നമ്മുടെ അനാമിക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഓണമൊക്കെ ഉണ്ണാനായിട്ട്. അവർ ചെല്ലുന്ന കാണുമ്പോഴേ ഉടനെ തന്നെ രേവതി ചോദിക്കുക, മോളെ നീ തനിയാണോ വന്നത്? അനി അവൻ നിൻ്റെ കൂടെ വന്നില്ലേ ഓണമായിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അവൻ വരില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എത്ര പ്രാവശ്യം എവിടെയൊക്കെ അവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? അപ്പോൾ വേണു പറയാം, ഇടി ഓണമായിട്ട് അവൻ വരേണ്ടതല്ലേ, നീ അവനെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? അവിടെയല്ലേ നിൻ്റെ കഴിവ് എന്ന് ചോദിക്കാൻ. അപ്പോൾ അനാമിക പറയാം, കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി, ഒരു വിധത്തിലും അവൻ അടുക്കില്ല. അങ്ങനെയുള്ളവനെ ഇനി എന്താ ഞാൻ എടുത്തോണ്ട് വരണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയാം, മോളെ നീ ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട, സാരില്ല, അവൻ വന്നില്ലേ വരണ്ട, മോള് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയാം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അനാമിക പറയാണ്, അനന്തപുരിയിൽ ഒരു വിശേഷം ഉണ്ടെന്ന് പറയാം. എന്താടി വിശേഷം? ആ നയനയ്ക്ക് വല്ല വിശേഷം ഉണ്ടോ എന്ന് രേവതി ചോദിക്കുക. അപ്പോൾ അനാമിക പറയാം, ഓ ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ അവിടെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ചോദിക്കുക, വേണു എന്താടി ഇപ്പോൾ പെട്ടെന്നൊരു സന്തോഷം? എൻ്റെ മോൾക്ക് ഇത്രയും വിഷമം ഉണ്ടായിട്ടും അവിടെ അനന്തപുരിയിലുള്ളവർക്ക് എന്താടി ഇത്ര സന്തോഷം? അപ്പോൾ അനാമിക പറയാണ്, അതെ ആ കിളവിനില്ലേ മൂർത്തി, അങ്ങേർക്ക് ക്യാൻസർ ആണെന്നും ഉടനെ തട്ടിപ്പോകുമെന്ന് നോക്കിയല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ല, അയാളുടെ ക്യാൻസറും എല്ലാം മാറി, പൂർണ്ണമായിട്ടും മാറി. അപ്പോൾ വേണു പറയേ, പൂർണ്ണമായിട്ടും മാറിയോ? ഈ ഇടവരെ മുത്തശ്ശന് വയ്യെന്ന് നീയല്ലേ പറഞ്ഞത്? അതൊക്കെ കള്ളത്തരവാദിന്ന് നീ. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒപ്പിച്ച പണിയായിരുന്നു. അയാൾക്ക് കഴിഞ്ഞ ചെക്കപ്പിന് തന്നെ അസുഖം എല്ലാം മാറി, ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ. പക്ഷേ വീട്ടിൽ വന്ന് അത് അറിയിച്ച മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടിയുള്ള വഴക്ക് വീണ്ടും കൂടിയാലോ? മുത്തശ്ശനെ കരുതി ഇപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് ക്ഷമിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനൊരു നാടകം കിളവനും കിളവിയും കൂടി കളിച്ചത്.
നയന കേട്ട് നിൽക്കുകയും ഈ ഓണത്തിന് തന്നെ നയനെ അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. നയന വെളിപ്പെടുത്തി മുത്തച്ഛൻ്റെ അസുഖങ്ങളെല്ലാം മാറി, ഇനിയിപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, മുത്തച്ഛൻ ഉടനെ എങ്ങും ഒരാപത്തും വരാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ രേവതി പറയാ, ഹോ, അങ്ങേര് ക്യാൻസർ കൂടി മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലല്ലോ. അനന്തപുരിയിലെ മഹാരാജാവിന് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിയന്ത്രിക്കാൻ ആളായി അല്ലേ എന്ന് ചോദിക്കുമ്പം അനാമിക പറയാ, ശരിയാ, ആദർശിന് ഇനി എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരിക്കും. അല്ലെങ്കിലും ആദർശിനും നയനയ്ക്കുമേ അയാളെല്ലാം കൊടുക്കുകയുള്ളൂ. ആ കിഴവൻ്റെ കാലം കഴിഞ്ഞാലെങ്കിലും ബാക്കിയുള്ളവർക്ക് സ്വസ്ഥതയുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എടി മോളെ, ഇനിയിപ്പം ചെയ്യാൻ ഒരു കാര്യമുള്ളൂ. ആ കിഴവനെ നീ അങ്ങ് സോപ്പിട്ട് നിന്നോണം. എല്ലാ കാര്യത്തിനും മുത്തശ്ശനും മുത്തശ്ശിന്ന് പറഞ്ഞ് ചേർന്ന് നിന്നോണം. അനി നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവരെ പറ്റിക്കൂടി നിന്ന് സന്തോഷിപ്പിച്ച് നിന്ന് എല്ലാം കൈക്കലാക്കാൻ നീ അങ്ങ് ശ്രമിക്ക്. അല്ലാതെ ഇപ്പം ഇനി നിൻ്റെ അമ്മായിയമ്മയെ മാത്രം സഹകരിച്ച് നിന്നിട്ട് യാതൊരു കാര്യമില്ല മോളെ എന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ശരിയാ, ഞാൻ അങ്ങനെ ചില കാര്യങ്ങളും കൂടെ ഓർക്കത്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ സോപ്പിട്ട് നിന്ന് സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ തന്നെയാണ് എൻ്റെയും പ്ലാൻ. ഇപ്പോഴും കിളവനും കിളവിക്കും എന്നെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അസുഖമാണെന്നുള്ളത് കാരണം ഒരു വിവരവും ആരും അവരെ അറിയിച്ചിട്ടില്ല. ആ സന്ദർഭം ഞാനങ്ങ് മുതലെടുക്കുമെന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, ശരിയാ, ഞങ്ങളും കൂടി വരാം. ഏതായാലും മോള് ഓണത്തിന് ഇങ്ങോട്ട് വന്നതല്ലേ, ഇനി അവർക്കുള്ള ഓണക്കോടിയൊക്കെ ആയിട്ട് ഞങ്ങളും കൂടി അനന്തപുരിയിലേക്ക് വരാം. വന്ന് അവിടെ വന്ന കിളവനെയും കിളവിയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തിയിട്ട് പോരാ. ഇനിയിപ്പോൾ അവരെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാം. അപ്പം അനാമികയും പറയുന്നുണ്ട്, ശരിയാ അച്ഛാ, നിങ്ങൾ വന്ന് അവിടെ കുറച്ച് സന്തോഷമായിട്ടൊക്കെ നിൽക്ക്, മുത്തശ്ശനെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിൽക്ക്. അങ്ങനെയേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വേണുവും രേവതിയും കൂടി ഇറങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനന്തപുരി വന്നിട്ട് ആകെ മൊത്തം ഒന്ന് പൊളിച്ചടുക്കണം. ഈ മുത്തശ്ശൻ്റെ അസുഖം മാറിയതിൻ്റെ സന്തോഷ സൂചകമായിട്ട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലണം. അങ്ങനെ എല്ലാം വാങ്ങിക്കെട്ടിട്ടാണ് 3 പേരും കൂടെ കാറിൽ പോരുക. സത്യം പറഞ്ഞാൽ മുത്തശ്ശനാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് അനാമിക വരുമ്പം വലിച്ചു കീറാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് സന്തോഷമായിട്ട് ഇവർ 3 പേരും കൂടെ അനന്തപുരി വരുന്നത്. ഇവർ വന്ന് വണ്ടിയിൽ ഇറങ്ങി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വാതിലിലേക്ക് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് വലിയ സന്തോഷിച്ച് വേണു പറയുന്നുണ്ട്, ആ മൂർത്തി സാറേ, ആ സന്തോഷ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. സാറിൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തതാ. അതുകൊണ്ട് കുറച്ച് സമ്മാനങ്ങളും സന്തോഷമൊക്കെ ആയിട്ട് ഈ ഓണമായിട്ട് ഞങ്ങളിങ്ങ് വന്നതാ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ്റെ മുഖം അങ്ങ് വല്ലാതെയാകാണ്. മുത്തശ്ശൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അനാമികയെ. എന്നിട്ട് പറയാണ്, വേണുവും രേവതിയും വന്നത് നന്നായി. നിങ്ങളെ ഒന്ന് കാണാൻ തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പം വേണു ചോദിക്കുക, എന്താ മൂർത്തി സാറേ, മോളുടെ കാര്യമാണോ? മോളും അനിയും കൂടെ ഉള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനായിരിക്കല്ലേ? അത് പിള്ളേരല്ലേ, അതങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അതൊക്കെ മാറുവന്നേ, നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാ, അതല്ല വേണു ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. ഈ അനന്തപുരിയിൽ എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ മറച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം എന്ന് പറയാം. അപ്പോൾ അനാമികയുടെ മുഖം അങ്ങ് വാടുകയാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അനാമികയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ട്. അപ്പോൾ അനാമിക ഇങ്ങനെ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, അനാമികയെ, നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ ചില കാര്യങ്ങൾ, അനിയുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളും എനിക്കറിയണം. അനാമിക കറങ്ങി നടക്കുന്നുവെന്നും ആദർശും നയനയും തുണി വാങ്ങാൻ പോയപ്പോൾ അവിടെ വെച്ച് മറ്റൊരു പുരുഷനോടൊപ്പം അനാമികയെ കണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാ, അതെൻ്റെ ഫ്രണ്ടാ, ഞാൻ അവനോടൊപ്പം ഡ്രസ്സ് എടുക്കാൻ പോയിന്, എന്താ കുഴപ്പം? എനിക്ക് എൻ്റെ കൂടെ വരാൻ സമയമില്ല, അതുകൊണ്ടല്ലേ ഞാൻ മറ്റൊരാളുടെ കൂടെ പോയത്. അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. ഈ കാലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നവരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെ വെറും ഒരു കാര്യമല്ല, പല പ്രാവശ്യവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അനി പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് മുത്തശ്ശ, വെറുതെ എന്നെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങളൊക്കെ അനിയും ഈ നയനയും പറഞ്ഞു തന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അവർ പറഞ്ഞു തന്നതല്ല അനാമികയെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അന്നിവിടെ പാലിലാരോ വിഷം ചേർത്ത് വെച്ച് അതെടുത്ത് ദേവയാനി കുടിച്ചുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അനാമികയും അതുപോലെ രേവതിയും കൂടിയാണ് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചതെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പം ഉടനെ ഞെട്ടിപ്പോവാ. രേവതി പറയാ, അയ്യോ ഞങ്ങളങ്ങനൊന്നും ചെയ്തിട്ടില്ല, എന്നെയും എൻ്റെ മോളെയും കൊടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ചിലരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയാണ്.
അപ്പോൾ ഉടനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, പിന്നെ അങ്ങനെ ചിലർ പറഞ്ഞതൊന്നുമല്ല, ഇക്കാര്യം അനാമിക നയനയോട് സമ്മതിച്ചല്ലേ, നീയും നിൻ്റെ അമ്മയും കൂടിയാണ് അത് ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ അനാമിക പറയാം, ഞാൻ സമ്മതിച്ചെന്നോ, ഇവള് പെരുങ്കള്ളി, ഇവള് വെറുതെ നുണ പറയുന്നതാ, ഞാൻ സമ്മതിച്ചൊന്നുമില്ല. അപ്പം നയന പറയാം, നീയല്ലേ എന്നോട് സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയാം, ആ സമയത്ത് നിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു എന്ന് വെച്ചാൽ അത് സത്യമൊന്നുമല്ല മുത്തശ്ശ, ഇവള് വെറുതെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, സത്യം പറഞ്ഞാൽ അത് നവ്യമോൾ കുടിക്കേണ്ട പാലാണ്. അപ്പോൾ നവ്യമോളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അത് ചെയ്തത് പിന്നെ ഇവിടെ വേറെ ആരായിരിക്കും, നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാ, നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ പിന്നെ വേറെ ഇതായിരിക്കണം, ഒന്നെങ്കിൽ നയനയായിരിക്കണം. നയന അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ ജലജയെ സംശയിക്കാവുന്നതാണ്. ജലജയ്ക്കും അഭിക്കും ആ കുഞ്ഞുണ്ടാകുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നവ്യയുമായിട്ട് അന്ന് നല്ല പിണക്കത്തിൽ വരുന്നു. അപ്പോൾ അവരെ സംശയിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് ചാടി വീഴുക. എന്താ രേവതി പറഞ്ഞത്? ഞങ്ങളെ സംശയിക്കാനോ? ഞങ്ങൾ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? പാലിൻ വിഷം ചേർത്ത് വെച്ചെന്നോ? നീ എന്ത് പെരും കള്ളിയാണ്, കണ്ണ് പൊട്ടുന്ന നുണയല്ലേ നീ പറയുന്നത്? ഞാൻ നവ്യയുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയുള്ള ദുഷ്ടതരമൊന്നും ഞാനും എൻ്റെ മോനും ചെയ്തിട്ടില്ല. ഇത് ചെയ്തത് രേവതിയും അനാമികയും തന്നെയാണ് അച്ഛാന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുക, അത് നിനക്കെന്താ തെളിവ് ജലജെ? അത് ഞാൻ കേട്ടതാണ്, ഞാൻ അഭിയോട് പറയുകയും ചെയ്തു. അവർ ഈ പ്ലാൻ ചെയ്യുന്നത് ഞാനും അഭിയും അറിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഒറ്റ അടി കൊടുക്കുക ജലജയ്ക്കിട്ട്. എന്നിട്ട് ചോദിക്കുക, നീ ഒരു മനുഷ്യസ്ത്രീ തന്നെയാണോടി? നിൻ്റെ മകൻ്റെ കുഞ്ഞല്ലായിരുന്നോ നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത്? അതിനെ കൊല്ലാൻ പാലിൽ വിഷം ചേർത്ത് വയ്ക്കാൻ പ്ലാൻ ഇട്ടത് കേട്ടിട്ടും ഈ ഒരക്ഷരം മിണ്ടാതെ നീ കേട്ടു നിന്നല്ലോ. നീ ഇവനുമൊക്കെ എന്ത് ജന്മവാടി എന്ന് ചോദിക്കുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, അപ്പോഴത്തെ ദേഷ്യത്തിന് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, പക്ഷേ ഇവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ പാല് ഏടത്തിയെടുത്ത് കുടിക്കുമെന്നും വിചാരിച്ചില്ല. ആര് വിചാരിച്ചില്ലാലും ഒരു കൊലപാതക കുറ്റമല്ലേ ഇവിടെ ചെയ്തത്? ഒരു വധശ്രമം അല്ലേ ഇവിടെ നടത്തിയത്? ഇത്രയ്ക്ക് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ വീട്ടിൽ ഇനിയും കയറി കൂടി താമസിക്കാവുന്ന അനാമികയും വേണുവും രേവതിയും ചിന്തിക്കുന്നുണ്ടോ? എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അനാമിക ഇനി ഈ വീട്ടിൽ വേണ്ട. ഇങ്ങനെ ഒരുത്തി ഈ വീട്ടിലുള്ളപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ എന്ത് സുരക്ഷിതത്വം ഉള്ളത്? ആരുടെ ജീവൻ എന്ത് വിലയുള്ളത്? അനാമിക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറയാണ്. അനി പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം അനാമികയും വേണുവും രേവതി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പം ഇത് കേട്ടോണ്ട് പേടിച്ച് അനാമികയും വേണുവും രേവതിയും കൂടി അവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. ആകെ മൊത്തം അബദ്ധം പറ്റിയ പോലായി. അങ്ങനെ നമ്മുടെ അനിക്കങ്ങ് സന്തോഷമാവും. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുമ്പം ജാനകി പറയുന്നുണ്ട്, അനാമിക മോളും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് വേറെ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാം, ജാനകി നീ മിണ്ടരുതെന്ന് പറയാണ്. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും നീ വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്കും അവളുടെ കൂടെ ഇറങ്ങിപ്പോകാം എന്ന് മുത്തശ്ശൻ പറയാം. അതിനുശേഷം മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ആദർശേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കയറി ചെയ്തിരിക്കുന്ന ആ വേണുവിനെയും രേവതിയെയും അനാമികയും കൊടുക്കണം. അതുകൊണ്ട് ഇത് ഞാൻ കേസ് ഫയൽ ചെയ്യാണ്. പോലീസ് അന്വേഷിക്കട്ടെ, തെളിവുകൾ കിട്ടി അനാമികയെ അറസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ കേസ് കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദുവിനെ വിളിച്ച് മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു നീ ഈ കാര്യം ശരിക്കും അന്വേഷിക്കണം. അനാമികയും വേണുവും രേവതിയും ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ, ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അവരാണെന്നുള്ളതിനും തെളിവുകളുണ്ട്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം, ഒരു ദാക്ഷിണ്യവും വേണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ നന്ദു പോലീസുമായിട്ട് ഈ പരാതിയുടെ പേരിൽ അനാമികയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി അനാമികെ, നീ അനന്തപുരി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നതെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, ഓ നിനക്ക് ആരാടി പരാതി തന്നത്? ആ അനിയായിരിക്കും പരാതി തന്നത്. എന്നെ എങ്ങനെയെങ്കിലും കുടുക്കി ലോക്കപ്പിലിട്ടാൽ പിന്നെ രണ്ടിനും കൂടെ അങ്ങ് അഴിഞ്ഞാടി നടക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഒറ്റ അടി കൊടുക്കുകയാണ് നന്ദു അനാമികയ്ക്കിട്ട്. എന്നിട്ട് പറയാണ്, ഇനി നീ ശബ്ദിക്കരുത്, ഒരു വധശ്രമമാണ് നീ നടത്തിയിരിക്കുന്നത്. നീയും നിൻ്റെ അമ്മയും കൂടി അന്ന് അവിടെ ചെയ്തു കൂട്ടിയതിന് ആ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ നിന്ന് നെകളിക്കാതെ അച്ഛനും അമ്മയും മോളും കൂടി ആ വണ്ടിയിലേക്ക് അങ്ങ് കയറ്, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം. അപ്പോഴേക്കും അനാമിക പറയാം, നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ, നീ നിൻ്റെ ചേച്ചിമാരും കൂടി എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ.
അപ്പം നന്ദു പറയാം ആയിക്കോട്ടെ, ദേ ഇവളെ പിടിച്ച് കയറ്റാൻ പറയാണ്. അനന്തപുരിയിലെ മൂർത്തി സാറാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു പരാതി തന്നെയാണ്. നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാം കൂടെ വണ്ടിയിൽ കയറും, ബാക്കി നമുക്ക് അവിടെ ചെന്ന് തീരുമാനിക്കടി അനാമിക എന്ന് പറയാം. അപ്പോൾ അനാമികയാണെങ്കിൽ കണ്ണുരുട്ടി നന്ദുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേണു പറയുന്നുണ്ട്, നന്ദു ദേ ഞങ്ങളോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും പെരുമാറരുത് കേട്ടോ, ഞങ്ങൾക്ക് മുകളിലൊക്കെ പിടിയുണ്ട്, ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അങ്ങ് ഊരി അങ്ങ് പോരും, ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ജാമ്യം കിട്ടുന്ന വകുപ്പാണോ ജാമ്യം കിട്ടാത്ത വകുപ്പാണോ എന്ന് നമുക്ക് അപ്പോൾ നോക്കാം. എന്തായാലും വണ്ടിയിലേക്ക് 3 പേരും കയറാൻ പറഞ്ഞ് പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്